ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെഗസ്റ്റ് ചീസ് ബോളാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ ഞാൻ ഒരു പിടി മല്ലിയില, ഒരു സവാള, കുറച്ച് കറിവേപ്പില, പിന്നെ ഉരുളക്കിഴങ്ങ് പിഴിഞ്ഞ് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പുഴുങ്ങിയതാണ് കേട്ടത്. ഇനി കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലൊക്കെ ഒഴിവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പച്ചമുളക് ചേർക്കുന്നവർക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല, എരിവ് കൂടി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ കുറച്ച് ചീസാണ് ഇട്ടെടുക്കണേ. മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഓരോ ബോൾസ് ആക്കി വെക്കുക. ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എല്ലാം കൂടി ഒന്നും ആക്കിയിട്ടില്ല, ഒരു 7-8 റെഡി ആക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ അരക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, എന്നാലും ഒന്ന് വെറുതെ ആക്കി കൊടുത്താൽ അഥവാ ഒട്ടിപ്പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചിക്കൻ അരച്ചതുണ്ടല്ലോ അതെടുത്തിട്ട് ഒന്ന് മടക്കിയിട്ട് ഞാൻ പരത്തി കൊടുക്കുകയാണ്. അങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം നിവർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളെ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉരുളാക്കി വെച്ചിട്ടുള്ള ചീസും പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ ഓരോ ബോൾസും ഇങ്ങനെ ഈ ചിക്കന് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ആ ചിക്കന് ഓരോ ബോൾസും ആക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ടായിട്ട് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ ഇങ്ങനെ ബോളാക്കി എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്തോളൂ. ഞാനിങ്ങനെ ബോളാക്കിയിട്ടില്ല, ഇങ്ങനെ ചെയ്തെടുക്കാൻ തോന്നി അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്ന് എല്ലാതും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുഴുവനും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇടാണ്. അങ്ങനെ അതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ വരാം കേട്ടോ. അങ്ങനെ അത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിൽ മുക്കിയിരുന്നു കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു കോഴിമുട്ടയും കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോഴിമുട്ട മാത്രമായാലും മതി കേട്ടോ, അതിനുള്ള സാധനമേ ഉള്ളൂ. എന്നാലും കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന്, വേണമെന്നില്ല, കോഴിമുട്ട മാത്രം മതി കേട്ടോ. അങ്ങനെ ആ കോഴിമുട്ടയിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കി അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാം ചെയ്യുന്നത്. അതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പാല് ഞാൻ ഇച്ചിരി ഒഴിച്ചുള്ളൂ കേട്ടോ. ഇങ്ങനെ ഓരോന്നും ഈ
കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കൂടി അതൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. അതിന് ശേഷം ഫ്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ ഈ സ്നാക്സ് കഴിക്കാൻ. ഈ ചിക്കൻ്റെ ഫ്ലേവറും പിന്നെ ചീസും പൊട്ടാറ്റോ ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ, അടിപൊളിയായിരിക്കുമേ. അങ്ങനെ അതെല്ലാം ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായതിന് ശേഷം പൊടികൾ ആദ്യം കരിഞ്ഞ് പോയാലോന്ന് ഞാൻ ചെയ്തതിന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മയോണൈസ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ കഴിക്കാൻ. മയോണൈസിൽ മുക്കിയിട്ട് കഴിക്കാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ അതിന് മുകളിൽ കുറച്ച് ചില്ലി ഫ്ലെക്സും പിന്നെ കുറച്ച് മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ലായിരുന്നു. നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.